മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫ്രൂട്ട് മിക്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണത്. എല്ലാവരും ഇതൊരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ നമുക്ക് ഈ ചൂട് സമയത്ത് നല്ല ഒരു ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ വേനൽക്കാലത്ത് ഒരു നേരത്തെ ഭക്ഷണമായിട്ടും കൂടി ഇത് ഉപയോഗിക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സുകൾ നമുക്ക് മൈസൂർ പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പാകം വന്ന് പഴുത്ത പഴം വേണം. പിന്നെ ഒരു അനാർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആപ്പിൾ എടുക്കണം. പിന്നെ നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ വേണം. ഒരു ചെറിയ കൊല മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് കറുത്ത മുന്തിരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈന്തപ്പഴമാണ്. അതൊരു 11 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളും. ഇത്രയും വേണം. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഇനി കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ പീസായിട്ട് എടുക്കണം. ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ട് ഓരോന്നും എടുത്തിട്ടില്ല. നമുക്ക് വേണ്ട അത്ര അളവിനുള്ളത് എടുത്താൽ മതി. ഞാൻ പഴം എത്രയാണോ എടുക്കണോ അതിനനുസരിച്ചിട്ട് ഓരോന്നും ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണം നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാങ്ങ ഞാൻ നുറുക്കിയെടുക്കുകയല്ല ചെയ്തത്. അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുക്കണില്ല. ഞാനല്ലാതെ നുറുക്കിയെടുത്ത ശേഷം മാങ്ങ പൾപ്പാക്കിയെടുത്തതിൻ്റെ ശേഷമാണ് കാണിക്കുന്നത്. ഇനി നമുക്കൊരു കുറച്ച് കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 6 പഴമാണ് തൊലി കളഞ്ഞെടുക്കുന്നത്. ആ 6 പഴത്തിലേക്ക് വേണ്ട അത്രയാണ് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെയും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എല്ലാം കൂട്ടിയെടുക്കണം. ആപ്പിളും അതുപോലെ തന്നെ മാങ്ങയും അനാറും എല്ലാം ഞാൻ പകുതി വെച്ചിട്ടാണ് എടുത്തത്. ഇനി നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം മുറിച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു കട്ടിയുള്ള ഒരു സ്പൂണ് വെച്ചിട്ട് ഇത് ഉടച്ചെടുക്കണം. പക്ഷേ എനിക്ക് ഈ തവി വെച്ചിട്ട് അത് ഉടച്ചെടുക്കാൻ ശരിക്ക് ഉടഞ്ഞ് കിട്ടുന്നില്ല. അത് സ്ലിപ്പാവുകയാണ്. അതുകൊണ്ട് ഞാൻ കല്ലിൽ വെച്ചിട്ടാണ് ശരിക്കും ഇത് ഇടിച്ചെടുക്കേണ്ടത്. മിക്സിയിലാകുമ്പോൾ ഇത് വല്ലാതെ ഇത് മുറിഞ്ഞു പോവും. നമുക്കിതുപോലെ പാകത്തിന് ഇത് ഉടച്ചെടുക്കണം. മിക്സിയിലാകുമ്പോൾ നമുക്കത് അരഞ്ഞു പോകരുത്. അത് അരഞ്ഞു പോകരുത്. ഇതുപോലെ നുറുങ്ങി കിടക്കണം. ഈന്തപ്പഴവും ഇത് ചേർത്ത് ഓരോ സമയത്ത് നമ്മൾ ചെറിയ തോതിൽ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പഴം മുഴുവനായിട്ടും മുറിഞ്ഞ് കിട്ടണം. ഈന്തപ്പഴം നമ്മൾ തീരെ കുഞ്ഞായിട്ടാണല്ലോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് വല്ലാതെ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് പാകത്തിന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാൻ രണ്ടും കൂടി. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ള മുന്തിരിക്ക് പകരം കറുപ്പ് മുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല. മുന്തിരി ചേർത്തു, അനാറ്, ആപ്പിള്, പൈനാപ്പിള് എല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കണം നമുക്ക്. അല്ലെങ്കിൽ ഒരേപോലെ ഇരുന്നാലാണ് അതിൻ്റെ മിക്സ് നമുക്ക് ശരിയായിട്ട് കിട്ടുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഫ്രൂട്ട്സ് മാത്രമാണ് മിക്സ് ചെയ്തത്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ കൂടി ചേർക്കാം. മാങ്ങയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത് നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുക്കുക. വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൂട്ട്സൊക്കെ മധുരമുള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. നല്ല കട്ട മധുരമാവരുത്. പാകത്തിന് പഞ്ചസാര ചേർക്കാം. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. വല്ലാതെ കട്ടിയാവേണ്ട, ഐസ് ആവേണ്ട ആവശ്യമില്ല. വെള്ളം നമുക്ക് ഒന്ന് കട്ടിയായിട്ട് കിട്ടിയാൽ മതി. ഇതുപോലെ പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് വെള്ളം ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ മിക്സും കിട്ടുക. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഐസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡാണിത്. ഒരേ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഇതും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ. അത് മുഴുവനായിട്ടും
നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം ഞാൻ പറഞ്ഞില്ലേ തവിയിൽ ഇങ്ങനെ കോരി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പാകത്തിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ എല്ലാം കൂടി നമുക്കൊരു കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള്, കൂടുതൽ ചേർക്കരുത്, ഒരു നുള്ള് ചേർത്ത് നമുക്കതിൻ്റെ കളറൊന്ന് ചേഞ്ചാക്കി എടുക്കുക, അത്രേ വേണ്ടുള്ളൂ. ഇനി ഇത് വേണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മളിത് കാണുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയെന്നേ ഉള്ളൂ, ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയെന്നേ ഉള്ളൂ. ഇനി ഇത് വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ ഇത് ചേർത്തില്ല എന്ന് വിചാരിച്ച ഒരു ടേസ്റ്റ് വ്യത്യാസം ഇതിനുണ്ടാവാൻ പോണില്ല. നമുക്കൊരു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പിഞ്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം കൂടി മിക്സാക്കിയിട്ട് എടുക്കാൻ. കണ്ടോ, ഇതുപോലെയാണ് കിട്ടേണ്ടത്, കൂടുതൽ വെള്ളം പാടില്ല. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് മിക്സാണിത്. എല്ലാ ഫ്രൂട്ട്സുകളും ഉണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഫ്രൂട്ട്സുകൾ നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാത്രമായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്കിതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എല്ലാവരും കണ്ട് വ്യൂ കൂടിയാലാണ് എൻ്റെ ഈ ചാനലിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇതിൻ്റെ മീതെ നമുക്ക് ഐസ് ക്യൂബ്സും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. തണുപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് പക്ഷേ ഈ ഐസ് ക്യൂബും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.